ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ കമ്പോണൻ്റാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, എല്ലാ ആപ്പുകളിലും കാണും. നമുക്കിപ്പോൾ ഒരു ആപ്പിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ എന്ത് ചെയ്യണം, അതൊരു പോപ്പപ്പ് അവർ കാണിക്കും. നമ്മൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യുക, എന്ത് ചെയ്യും, ഏത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മളെ ഡിവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്പുകളും ലിസ്റ്റ് കാണിച്ചിട്ട് ഒരു പോപ്പപ്പ് കാണിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു പോപ്പപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കല്ല, കമ്പോണൻ്റാണ് ഷെയർ കമ്പോണൻ്റ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അത് അവൈലബിൾ ആകുകയെന്ന് പറഞ്ഞാൽ സോഷ്യൽ എന്നുള്ള ഒരു കാറ്റഗറി കാണാൻ പറ്റും. ഈ സോഷ്യൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ആറാമത്തെ കമ്പോണൻ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻ്റാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇതും ഇൻവിസിബിൾ ആയിട്ടുള്ളതാണ്, ബ്ലോക്ക് വഴിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ബ്ലോക്കിൽ ഒന്ന് പോയി നോക്കാം. ഷെയറിംഗ് എന്നുള്ള ഓക്കെ, ഇത് ഈ ബ്ലോക്കുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തായാലും മെസ്സേജ് ആയാലും ഇപ്പോൾ ഫയലാകുമ്പോൾ വേറെ നമുക്ക് ഫയൽ ഷെയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഫയലായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പിൻ്റെ URL അതുപോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേറെ ആപ്പിലൊക്കെ ഫേസ്ബുക്ക്, വാട്സപ്പിലേക്ക് അതൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് അവർ സെപ്പറേറ്റ് ബ്ലോക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു മെസ്സേജാണ് ഷെയർ ചെയ്യുന്നത്, നമ്മളെ ആപ്പൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാ ആപ്പുകളും പോപ്പപ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഈ ബ്ലോക്കാണ് ഷെയർ മെസ്സേജ് എന്നുള്ളത്. നമ്മൾ ഈ മെസ്സേജ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ടെക്സ്റ്റാണോ എന്ത് മെസ്സേജാണോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക, അവിടെ ടെക്സ്റ്റിൽ കൊടുത്താൽ മതി. ഞാനൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷെയർ ആണ് രൂപത്തിൽ കൊടുക്കാം. ഓക്കെ, വെൻ ബട്ടൺ ക്ലിക്ക്. ഓക്കെ, ഷെയർ മെസ്സേജ് ഞാനിവിടെ ഹലോ എന്ന് കൊടുക്കുകയാണ്. ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് റീഫ്രഷ് ചെയ്യാം. ഞാനത് ഷെയർ ചെയ്യുന്നില്ല, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിലേക്ക് പോകും. ഓക്കെ, ഞാൻ നമുക്ക് എങ്ങനെ ഷെയറിൻ്റെ പോപ്പപ്പ് എങ്ങനെ കാണിക്കണമെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ ഈ ഡിവൈസിൽ ഞാൻ എമുലേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫേസ്ബുക്കിൽ അതേപോലെ വാട്സപ്പൊന്നും ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഷെയറാണ് നിയർ ബൈ ഷെയർ, അതാണ് അത് ഓൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷെയർ എന്നുള്ളൊരു പോപ്പപ്പ് നമ്മൾ ആപ്പിലൊക്കെയാണ്, നമ്മളിപ്പോൾ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫോണിൻ്റെ കമ്പാനികളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അതിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളൊക്കെ ലിസ്റ്റ് അതിൽ കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഫേസ്ബുക്കൊക്കെ മാത്രം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പൊക്കെ, അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ബ്ലോക്കുകൾ കാണാം. ഷെയർ മെസ്സേജ് ടു ഫേസ്ബുക്ക്, ഇത് നമ്മൾ ഇവിടെ മെസ്സേജ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യും, ആ കൊടുക്കുന്ന മെസ്സേജ് എന്ത് ചെയ്യും, ഫേസ്ബുക്ക് മാത്രം എന്ത് ചെയ്യും കാണിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. കാരണം എൻ്റെ ഇപ്പോൾ ഫേസ്ബുക്ക് ഇല്ല. അപ്പോൾ ഫേസ്ബുക്ക് ഇല്ലാത്തതുകൊണ്ട് എന്താണ് അവർ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ല. ഇനി അപ്പോൾ ഈ ഇൻസ്റ്റാൾഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് നോട്ട് ഫൗണ്ട് പറഞ്ഞ ഏറ്റവും ഫസ്റ്റുള്ളൊരു event ബ്ലോക്കാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഓക്കെ, ആപ്പ് അതിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം. സ്നാക്ക് ബാർ യൂസ് ചെയ്തിട്ട് തന്നെ ഈ നെയിം കൊടുക്കുക, എന്താണ് ഏത് ആപ്പാണ് അവൈലബിൾ അല്ലാത്തത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാനൊന്നും കൂടി റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഫേസ്ബുക്ക് എന്നുള്ള അതെന്താണ് നമ്മളെ അവൈലബിൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആപ്പ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ്റ് എന്ത് ചെയ്തു, അപ്പോൾ റൈസ് ചെയ്തിട്ടു. ഓക്കെ, ഇനി എന്താ നമുക്ക് അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. നോക്കാം, ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലസ്, സ്നാപ്ചാറ്റ്, ടെലഗ്രാം, ട്വിറ്റർ, വാട്സപ്പ്. നമുക്ക് ഈ ആപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലോക്കുകളൊക്കെ യൂസ് ചെയ്തുകാണ് എന്ത് ചെയ്യുള്ളൂ, അത് നമ്മളെ ഡിവൈസിൽ വാട്സപ്പോ അല്ലെങ്കിൽ കൊടുക്കുന്ന ബ്ലോക്കിൻ്റെ ഏത്
ആപ്പ് ഏത് പാക്കേജാണോ ആ പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ മാത്രമേ ഈ ബ്ലോക്ക് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ എറർ കാണിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ എന്തെങ്കിലും ഇമേജോ അല്ലെങ്കിൽ വീഡിയോ എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പ് അതേപോലെ നമ്മളിപ്പോൾ കാണിക്കുന്ന ഷെയർ പോപ്പപ്പിലുള്ള എല്ലാ ആപ്പുകളിലൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഏറ്റവും ഫസ്റ്റിലെ ഷെയർ ഫയൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഈ ഫയൽ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം, നമ്മൾ ഫയലിൻ്റെ ഫുൾ പാത്ത് കൊടുക്കണം. ഓക്കെ, പാത്ത് എന്താ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെലക്ട് ചെയ്യുന്ന ഒരു ഇമേജ്, ആ ഇമേജ് നമ്മുടെ ഡിവൈസിൽ എവിടെയാണ് ലൊക്കേഷൻ കിടക്കുന്നത് അതിൻ്റെ ഫുൾ പാത്താണ് അവിടെ കൊടുക്കേണ്ടത്. ഫയൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ പാത്ത് ഒരു ടെക്സ്റ്റിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫയൽ എന്താകും നമുക്ക് ഷെയർ ചെയ്യേണ്ടടുത്ത് വാട്സപ്പിലാണോ ഫേസ്ബുക്കിലാണോ എന്ത് ചെയ്യാം നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി വേറെ ബ്ലോക്ക് കൂടി ഉണ്ട്, ഷെയർ ഫയൽ വിത്ത് മെസ്സേജ് എന്നുള്ള. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫയലിനോട് കൂടെ അല്ലെങ്കിൽ ഇമേജിനോട് കൂടെ ടെക്സ്റ്റും കൂടി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒരുമിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് ഷെയർ ചെയ്യാം. ഇവിടെ ഫയൽ എന്നുള്ള പാരാമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൻ്റെ പാത്ത് കൊടുക്കണം. ഓക്കെ, മെസ്സേജ് എന്നുള്ളിടത്ത് ഇവിടെ എന്ത് ചെയ്യാം, മെസ്സേജ് കൊടുക്കുക. ഞാൻ അവിടെ പാത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഫയലിൻ്റെ പാത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മെസ്സേജ് എന്നുള്ളത് എന്ത് മെസ്സേജാണോ അതിനോടൊപ്പം നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ആ മെസ്സേജ് എന്ത് ചെയ്യുക, നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, ഇതൊന്നും ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ഈ ഡിവൈസിലൊന്നും എന്തില്ല ഉണ്ടോ, ഈ പാത്ത് എന്നുള്ള നമുക്കൊരു കറക്റ്റ് പാത്ത് കൊടുക്കണം, അതുകൊണ്ടാണ് എറർ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാക്കേജ് നെയിം നമ്മൾ ഇതിൽ അവൈലബിൾ അല്ലാത്തൊരു ആപ്പൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ബ്ലോക്കാണ് എന്ത്, ഷെയർ മെസ്സേജ് ടു ഈ ബ്ലോക്ക്. ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നമുക്കൊരു പാക്കേജ് നെയിം, ഏത് ആപ്പിനും ഒരു പാക്കേജ് നെയിം ഉണ്ടാവും. അപ്പോൾ ആ പാക്കേജ് നെയിമിൽ ആ ആപ്പ് വൈസ് എന്ത് ചെയ്യണം, നമുക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ആപ്പിൻ്റെ പാക്കേജ് നെയിം ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആപ്പിൻ്റെ പേര് കൊടുക്കുക. പിന്നെ എന്ത് മെസ്സേജ് ആണോ ഷെയർ ചെയ്യുന്നത് അതോടെ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ഷെയറിങ് കമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി, അതായത് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് അത് എപ്പോഴും ആപ്പിൽ യൂസ് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യേ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ആപ്പുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ആപ്പ് ഈ കമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഉപയോഗിക്കലുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ബ്ലോക്കിനെ കുറിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു കമ്പോണൻ്റായിട്ട് വരാം. താങ്ക് യു ഫ്രണ്ട്സ്.